ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഓഫീസ് അക്കാഡമി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സോഫ നമുക്ക് എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നതാണ്. ഓക്കെ, വളരെ സിമ്പിളായിട്ട് നമുക്ക് സോഫ എങ്ങനെ നമുക്ക് ഉണ്ടാക്കാമെന്നാണ് നമ്മൾ 3D Max നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് നോക്കേണ്ടത് നമുക്ക് ഓൾറെഡി നമുക്ക് അറിയുന്ന സംഭവങ്ങളാണ് അല്ലേ. ഫ്രണ്ടിൻ്റെ നമുക്ക് വ്യൂ പോർട്ട് കാണുന്നുണ്ട്, അതേപോലെ ടോപ്പിൻ്റെ, അതേപോലെ ലെഫ്റ്റിൻ്റെ, അതേപോലെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ്റെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾറെഡി ഏതെങ്കിലും ഒരു പോർട്ട് സെലക്ട് ചെയ്ത് നമ്മൾ Ctrl+W പ്രസ് ചെയ്താൽ നമുക്ക് അത് മാക്സിമൈസ് ആയിട്ട് വരും. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താലും മതി. ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് മാക്സിമൈസ് വ്യൂ പോർട്ട് ടോഗിൾ എന്ന് കാണും. ഓക്കെ, അവിടെ പ്രസ് ചെയ്താലും നമുക്ക് അത് മാക്സിമൈസ് ആയിട്ട് വരും. അത് നമുക്ക് ഓൾറെഡി അറിയുന്ന സംഭവമാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് നമുക്ക് സോഫ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ സോഫ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് കമ്പൗണ്ട് ഒബ്ജക്റ്റ് ആണ്. കമ്പൗണ്ട് ഒബ്ജക്റ്റ് പ്രസ് ചെയ്തിട്ട് എക്സ്റ്റെൻഡഡ് പ്രിമിറ്റീവ്സ് ആണ്. എക്സ്റ്റെൻഡഡ് പ്രിമിറ്റീവ്സിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ചേംഫർ ബോക്സ് വെച്ചാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സോഫ. ഓക്കെ, സിമ്പിളായിട്ടുള്ള സോഫ നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, അപ്പം ചേംഫർ ബോക്സ് ഞാൻ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ ടി പ്രസ് ചെയ്യണം. ടി എന്ന് പറയുന്നത് നമ്മുടെ ടോപ്പ് വ്യൂ ആണ്. ഓക്കെ, അതേപോലെ എഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്രണ്ട് വ്യൂ വരും. അതേപോലെ എൽ എന്ന് പറയുന്നത് നമ്മുടെ ലെഫ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ടി പ്രസ് ചെയ്യണം. ടി ഞാൻ പ്രസ് ചെയ്തിട്ട് ഞാൻ ബോക്സ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും സൈഡിൽ തന്നെ ലെങ്ത്ത്, വിഡ്ത്ത്, ഹൈറ്റ് അതിൽ മോഡിഫിക്കേഷൻ നമുക്ക് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ നമുക്ക് വാല്യൂ ഇട്ട് കൊടുത്താൽ നമുക്ക് വാല്യൂ നമുക്ക് വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ നമുക്കിപ്പം ഇനീഷ്യൽ സ്റ്റേജിൽ ഉണ്ടാക്കുന്ന വാല്യൂ ഉണ്ടാക്കണമെന്ന് കമ്പൽസറി അല്ല. ഇവിടെ ഡയമെൻഷൻ അറിയാമെങ്കിൽ നമുക്ക് അങ്ങനെ ഇടുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 50 സെൻറ്റിമീറ്റർ ക്ലിക്ക് ചെയ്യുകയാണ്. എന്നിട്ട് ടാബ് പ്രസ് ചെയ്യുകയാണ്. അഗെയിൻ 50 സെൻറ്റിമീറ്റർ വിഡ്ത്ത്, അഗെയിൻ ഒരു 20 സെൻറ്റിമീറ്റർ ഹൈറ്റ് കൊടുക്കുകയാണ്. ഓക്കെ, 20 സെൻറ്റിമീറ്റർ ഹൈറ്റ് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഫില്ലറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമുക്ക് ഫില്ലറ്റ് ഓൾറെഡി നമുക്കറിയാം. ഓക്കെ, ഈ ഒരു പോർഷൻ നമുക്ക് റേഡിയസിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റിൽ നമുക്ക് ഈ ഒരു ചേംബർ ബോക്സിൽ വേരിയേഷൻ ആകും. അതാണ് നമ്മുടെ ഫില്ലറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെ നമ്മളിങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ കണ്ടോ, അപ്പോൾ വേരിയേഷൻ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, അപ്പോൾ ഇങ്ങനെ നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ ഫില്ലറ്റിൻ്റെ വാല്യൂ കൂടുന്തോറും നമ്മുടെ ഈ ഒരു നമ്മുടെ സോഫേൻ്റെ ഒരു കമ്പോണൻറ്റ് നമ്മൾ ഈസി ആയിട്ട് നല്ലോണം ഡിസൈൻ ആയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് എത്രയാണോ ഫില്ലറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാനൊരു 6 സെൻറ്റിമീറ്റർ ഫില്ലറ്റ് കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ലെങ്ത് ഓഫ് ദ സെഗ്മെൻറ്റ്. ഓക്കെ, ലെങ്ത് ഓഫ് ദ സെഗ്മെൻറ്റ് നമുക്ക് അറിയണമെങ്കിൽ F3 F4 ക്ലിക്ക് ചെയ്യണം. ഓക്കെ, F4 ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ ലെങ്ത് ഓഫ് ദ സെഗ്മെൻറ്റ്, ഇപ്പോൾ ലെങ്ത്ത് നമുക്ക് കുറയ്ക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അതേപോലെ ലെങ്ത്ത് കൂട്ടണമെങ്കിൽ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യണം. അതേപോലെ വിഡ്ത്തിൻ്റെ കമ്പോണൻറ്റ്, അതേപോലെ ഹൈറ്റിൻ്റെ കമ്പോണൻറ്റ്, അതേപോലെ ഫില്ലറ്റിൻ്റെ കമ്പോണൻറ്റ്. ഓക്കെ, നമുക്ക് കൂട്ടണം അല്ലെങ്കിൽ കുറയ്ക്കണമെങ്കിൽ നമ്മൾ ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എത്ര ലെങ്ത്തിൻ്റെ കമ്പോണൻറ്റ് വേണം, എത്ര നമുക്ക് വിഡ്ത്ത് വേണം, അതേപോലെ ഹൈറ്റിൻ്റെ സെഗ്മെൻറ്റ് വേണം, അതേപോലെ ഫില്ലറ്റിൻ്റെ സെഗ്മെൻറ്റ് വേണം, നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അതൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞ് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇതിനെ നമ്മൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സോഫ ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അഗെയിൻ ഞാൻ F4 പ്ലസ് ചെയ്യുകയാണ്. F4 പ്ലസ് ചെയ്ത് ഞാൻ ടി പ്രസ് ചെയ്യണം. ടി ഫോർ ടോപ്പ് വ്യൂ. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇനി എനിക്ക് വേണ്ടത് ഇപ്പോൾ ഞാൻ ഒരു കമ്പോണൻ്റാണ് ഡിസൈൻ ചെയ്തത്. ഓക്കെ, ഇനി എനിക്ക് വേണം ഞാൻ ഇതിനെ കോപ്പി ചെയ്യണം. കോപ്പി ചെയ്യാൻ ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞതാണ് W പ്രസ് ചെയ്യണം. W ആണ് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഞാൻ ഇതിനെ മൂവ് ചെയ്യും. ഓക്കെ, ഷിഫ്റ്റ് പ്രസ് ചെയ്ത് മൂവ് ചെയ്ത് ഇതിൻ്റെ ഇങ്ങനെ അഡ്ജസ്റ്റൻ്റ് ആയിട്ട് ഞാൻ വയ്ക്കും. ഓക്കെ, പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചില സിറ്റുവേഷനിൽ നമുക്ക് ഈ ഒരു വ്യൂവിൽ മാത്രം നമുക്ക് കറക്റ്റായിട്ട് പ്ലേസ് ആയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ നമ്മൾ മാക്സിമൈസ് വ്യൂ പോർട്ടിൽ അഗെയിൻ ക്ലിക്ക് ചെയ്യും. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള വ്യൂസും കൂടെ ജസ്റ്റ് ഒന്ന് മാക്സിമൈസ് ചെയ്യുകയാണ് ഞാൻ. ഓക്കെ, അപ്പം ബാക്കിയുള്ള വ്യൂസും കൂടെ വെച്ചു. ഇനി ഞാൻ കോപ്പി ചെയ്യണം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കോപ്പി ആവുമെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഓക്കെ, അപ്പം W പ്രസ് ചെയ്തു. അപ്പം മൂവ് ഇങ്ങനത്തെ ഒരു ബോക്സിൻ്റെ യെല്ലോ ബോക്സ് കമാൻഡ് വരും. എന്നിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തു. ഷിഫ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ കോപ്പി കാണാൻ പറ്റും നിങ്ങൾക്ക്. കണ്ടേ, അപ്പം ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, ലെഫ്റ്റിൽ നമുക്ക് അത്ര വേരിയേഷൻ കാണത്തില്ല, പക്ഷേ ടോപ്പും അതേപോലെ ഫ്രണ്ടിൽ നമുക്ക് കാണാൻ പറ്റും എത്ര അഡ്ജസ്റ്റൻ്റ് ആയിട്ട് വെക്കണം. അപ്പം നമ്മുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് ക്ലോസ് ആയിട്ട് ഞാൻ വെച്ചു. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ടച്ച് ചെയ്ത് വെച്ചിട്ട് ഇൻസ്റ്റൻസ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഞാൻ ക്ലിക്ക് ചെയ്യണം. ഇൻസ്റ്റൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കമ്പോണൻറ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും വേരിയേഷൻ വരുത്തുവാണെങ്കിൽ ബാക്കിയുള്ള കമ്പോണൻറ്റിലും ഈസി ആയിട്ട് വേരി ആകും. ഓക്കെ, നമുക്ക് കാണിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ നമ്പർ ഓഫ് കോപ്പീസിലെ 3 കൊടുക്കുകയാണ്. ഓക്കെ, ഞാൻ 3 കൊടുത്തു. അപ്പോൾ നമുക്ക് നമ്മുടെ സെറ്റ് 3 സെറ്റ് റെഡിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഗ്യാപ്പ് ഉണ്ടോ എന്ന് നോക്കണം. ഇൻ കേസ് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യണം. ഓക്കെ,
അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തു. എന്നിട്ട് നമ്മൾ അഗെയിൻ ഞാൻ Alt W പ്രസ് ചെയ്യണം. ഓക്കെ, Alt W പ്രസ് ചെയ്ത് ഓൾട്ടും സ്ക്രോളും പ്രസ് ചെയ്യുമ്പോൾ എനിക്കിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓൾട്ടും സ്ക്രോളും ആണ് ഞാൻ പ്രസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഞാൻ എനിക്ക് വ്യൂ പോർട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് വ്യൂസ് കാണാൻ പറ്റും. ഓക്കെ, അഗെയിൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇനി എനിക്ക് ഇതിന് ഞാൻ റൊട്ടേറ്റ് ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പോൾ ഈ ഒരു കമ്പോണൻറ്റ്, ഈ ഒരു പാരാമീറ്ററിനെ ഞാൻ സെലക്ട് ചെയ്ത് ഇതിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ റൊട്ടേറ്റിൻ്റെ നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ, റൊട്ടേറ്റിൻ്റെ ആണ് ഷോർട്ട് കീ. ഓക്കെ, പ്രസ് ചെയ്ത് എന്നിട്ട് ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് ഷിഫ്റ്റ് പ്രസ് ചെയ്യുകയാണ്. ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് തന്നെ ഇതിനെ റൊട്ടേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം ഇത് എത്ര നമുക്ക് റൊട്ടേറ്റ് ചെയ്യണോ അത്ര നമുക്ക് വയ്ക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ ഇരിക്കുന്ന സംഭവം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എനിക്ക് റൊട്ടേഷൻ വേണ്ടത്. ഓക്കെ, അപ്പോൾ അഗെയിൻ കോപ്പി ഞാൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. കോപ്പി കൊടുത്തു എന്നിട്ട് ഓക്കെ കൊടുക്കുകയാണ്. ഓക്കെ, ഇനി ഞാൻ ലെഫ്റ്റ് വ്യൂവിൽ ക്ലിക്ക് ചെയ്യണം. ലെഫ്റ്റിൽ ക്ലിക്ക് ചെയ്തു, അപ്പോൾ നമുക്ക് വ്യൂ കാണാൻ പറ്റും. ഓക്കെ, ഇനി ഞാൻ W പ്രസ് ചെയ്യുകയാണ്. ഓക്കെ, W പ്രസ് ചെയ്ത് ഇതിനെ ഞാൻ ഇവിടോട്ട് വെക്കുകയാണ്. ഓക്കെ, നമ്മുടെ ആവശ്യമനുസരിച്ച് നമുക്ക് വയ്ക്കാൻ പറ്റും. ഇവിടെ വയ്ക്കാം, അല്ലെങ്കിൽ ഇവിടെ വയ്ക്കാം, നമുക്ക് മോഡിഫൈ ചെയ്ത് നോക്കാം, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഇങ്ങനെ വയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഏകദേശം ഒരു റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മുടെ സോഫ. ഓക്കെ, എന്നിട്ട് ഞാൻ അഗൈൻ T പ്രസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ടോപ്പ് വ്യൂവിൽ നമുക്ക് ഇങ്ങനെയാണ് കാണുന്നത്. ഓക്കെ, എന്നിട്ട് അഗൈൻ F പ്രസ് ചെയ്തു. Fൽ നമുക്ക് ഈ ഒരു വ്യൂ ആണ് കാണുന്നത്. അഗൈൻ F പ്രസ് ചെയ്ത് ഇനി എന്താണ്, ഞാൻ ഈ ഒരു ക്യാംഫർ ബോക്സ് വെച്ചിട്ട് ഞാൻ എന്താണ് ചെയ്യുന്നത്, ഇതിൻ്റെ ഇവിടെ ഒരു കമ്പോണൻറ്റ് കൂടെ ഡിസൈഡ് ചെയ്യണം. ഓക്കെ, അഗൈൻ ഞാൻ റൊട്ടേറ്റ് ചെയ്യുകയാണ്. റൊട്ടേറ്റിന് പ്രസ് ചെയ്തു. അതിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, ഇവിടെ ഒരു നമ്മുടെ ആംഗിൾ സ്റ്റാപ്പ് ടോഗിളുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അതിൽ റൈറ്റ് ക്ലിക്കാണ് ചെയ്യേണ്ടത്. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ആംഗിൾ സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് 10 ഡിഗ്രി ആംഗിൾ, 5 ഡിഗ്രി ആംഗിൾ, അതായത് ആ ഡിഗ്രി റിസ്ട്രെയിൻ ആയിട്ട് മൂവ് ആവും, അതിന് വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ 5 സെറ്റ് ചെയ്യുകയാണെങ്കിൽ എവറി 5 ആംഗിൾ നമുക്ക് ഇൻഡിക്കേറ്റ് ആവും. 5 ഡിഗ്രിയിൽ മാത്രമേ അത് മൂവ് ആകത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഇവിടെ 10 ആണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഞാൻ ഈ ഒരു കമ്പോണൻറ്റ് ഞാൻ റൊട്ടേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് ഞാൻ പ്രസ് ചെയ്യുകയാണ്. ഓക്കെ, പ്രസ് ചെയ്ത് നമുക്കിവിടെ കാണാൻ പറ്റും. ഷിഫ്റ്റ് പ്രസ് ചെയ്യണം. ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 90 ഡിഗ്രി ആംഗിളിൽ ഏകദേശം റൊട്ടേറ്റ്. എന്നിട്ട് ഞാനിവിടെ കോപ്പി കൊടുത്ത് ഓക്കെ കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് എനിക്കിതിന് മൂവ് ചെയ്ത് വെക്കണമെങ്കിൽ സൈഡിൽ ഇങ്ങനെ ചെയ്തിട്ട് ഞാനിവിടെ വെച്ചു. ഓക്കെ, റൊട്ടേറ്റ് അങ്ങനെ നമ്മൾ ചെയ്തു ഈസിയായിട്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിനെ നമ്മൾ കോപ്പി ചെയ്യണം. ഓക്കെ, ഷിഫ്റ്റ് പ്രസ് ചെയ്തു, ഓക്കെ, W പ്രസ് ചെയ്ത് മൂവ് ചെയ്യാൻ വേണ്ടി, എന്നിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഇതിനെ മൂവ് ചെയ്യണം. ഓക്കെ, ഇതിനെ നമ്മൾ എളുപ്പത്തിൽ ഇങ്ങോട്ട് മൂവ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഇൻസ്റ്റൻറ്റ് കൊടുക്കാം, നമുക്ക് എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നിട്ട് ഓക്കെ കൊടുക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതിനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏകദേശം നമ്മുടെ സോഫ റെഡി ആയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സോഫ ഏകദേശം റെഡിയായി എല്ലാ വ്യൂസിലും. ഓക്കെ, അപ്പം ഇതിനെ നമ്മൾ ഗ്രിഡ് പോയിൻറ്റിന് മുകളിൽ കൊണ്ടുവരാണെങ്കിൽ നമ്മൾ ഇതിനെ എല്ലാത്തിനും സെലക്ട് ചെയ്ത് W പ്രസ് ചെയ്ത് മുകളിലോട്ട് കൊണ്ടുവരികയാണ്. ഓക്കെ, ഗ്രിഡ് പോയിൻറ്റിൻ്റെ മുകളിലുള്ള ലൈൻസ് ആണ് റെൻഡറിങ് ആകുമ്പോൾ നല്ലോണം നമുക്ക് റെൻഡറിങ് ആവുന്ന പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ഗ്രിഡ് പോയിൻറ്റ്സിന് മുകളിലോട്ടുള്ള പാരാമീറ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ സെലക്ട് ചെയ്തു. ഇനി നമുക്ക് ഇൻ കേസ് ഇനി നമുക്ക് ഇതിൻ്റെ താഴത്തെ കൂടെ ഡിസൈൻ ചെയ്യാം. അപ്പോൾ ഞാൻ താഴത്തെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി കൺട്രോൾ പ്രസ് ചെയ്യുകയാണ്. കൺട്രോൾ പ്രസ് ചെയ്ത് ഓരോരോ കമ്പോണൻറ്റിനെ സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, എന്നിട്ട് F പ്രസ് ചെയ്തു, എന്നിട്ട് സൂം ചെയ്ത്, എന്നിട്ട് ഞാൻ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് താഴോട്ട് ഇത് മൂവ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പാരാമീറ്റർ ഇങ്ങനെയും നമുക്ക് കിട്ടും. ഓക്കെ, ഇൻസ്റ്റൻറ്റ് ചെയ്യുവാണെങ്കിൽ എന്തെങ്കിലും വേരിയേഷൻ വരുവാണെങ്കിൽ താഴെയും വേരിയേഷൻ വരും. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റൻറ്റ് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ സോഫ ഏകദേശം റെഡിയായി. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, അപ്പോൾ ഇൻസ്റ്റൻസിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് കൂടെ ഞാൻ കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ഒരു പാരാമീറ്ററിൻ്റെ എന്തെങ്കിലും മോഡിഫൈ ചെയ്യണമെങ്കിൽ എവിടെ പോകണം, ഇവിടെ ഈ ഒരു പാരാമീറ്റർ നിങ്ങൾക്ക് കാണാൻ പറ്റും, മോഡിഫൈ എന്ന ഓപ്ഷനാണ്. ഓക്കെ, അവിടെ ക്ലിക്ക് ചെയ്യണം. അവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ ലെങ്ത്തിന് ഞാൻ കൂട്ടുവാണ്. അപ്പോൾ ലെങ്ത്തിന് കൂട്ടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാ ഇൻസ്റ്റൻറ്റ് ചെയ്ത എല്ലാ പാരാമീറ്ററിൻ്റെ ലെങ്ത്തും കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ കൂട്ടണമെങ്കിൽ അങ്ങനെ കൂട്ടാം, വിട്ട് കൂട്ടണം, അപ്പോൾ വിട്ടിൻ്റെ ഇങ്ങനെ വേണമെങ്കിൽ കൂട്ടാം. ഓക്കെ, അപ്പോൾ ഞാൻ 50 തന്നെ ഇടുക. അതേപോലെ ഹൈറ്റ് ഇൻ കേസ് നമുക്ക് കുറയ്ക്കണമെങ്കിൽ അങ്ങനെ നമുക്ക് കുറയ്ക്കാം. മനസ്സിലായി? അപ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യം അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ഇതിനെ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും. അതാണ് നമുക്ക് ഈ മോഡിഫൈ എന്ന ഓപ്ഷൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ
അപ്പോൾ നമുക്ക് ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് മോഡിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻ കേസ് നമുക്ക് ഇനി കളർ കൊടുക്കണമെങ്കിൽ കൺട്രോൾ പ്രസ് ചെയ്ത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും കളർ. ഇതിന് ഞാൻ ബ്ലൂ കളർ കൊടുക്കുകയാണ്. ഓക്കെ, അഗെയിൻ ഈ ഒരു പാരാമീറ്ററിന് രണ്ടും ക്ലിക്ക് ചെയ്ത് ഇതിന് ഞാനിപ്പം ഒരു യെല്ലോ കളർ കൊടുക്കുകയാണ്. ഓക്കെ, അതേപോലെ ഈ പാരാമീറ്ററിനെ ക്ലിക്ക് ചെയ്തിട്ട് ഇതിന് വേറൊരു കളർ കൊടുക്കുകയാണ്. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. പിന്നെ ഞാൻ ജസ്റ്റ് ഒരു അതിന് വേണ്ടി കൊടുക്കുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു പാരാമീറ്റർ നമുക്ക് സോഫ ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റും. ഓക്കെ, വളരെ എളുപ്പമാണ് ഡിസൈൻ ചെയ്യാൻ. ഓക്കെ, അതേപോലെ നമുക്ക് ഈ ഷോർട്ട് കീസാണ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഷോർട്ട് കീസ് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. ഓക്കെ, അപ്പോൾ അതേപോലെ ഇത് മോഡിഫൈ ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഹൈറ്റ് ഞാൻ കുറയ്ക്കുകയാണ്. ഹൈറ്റ് കുറച്ച് ഇത്ര കുറച്ച്, എന്നിട്ട് F പ്രസ് ചെയ്ത് അപ്പം ഇതിൽ കുറച്ച് വേരിയേഷൻ ഉണ്ട്. അഗെയിൻ W പ്രസ് ചെയ്ത് ഇതിനെ അടുത്തോട്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ നമ്മുടെ സോഫ റെഡിയായി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് 3ds Maxൽ സോഫ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായെങ്കിൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.